അപ്പൊ ഇത് വീക്ക്ലി സജഷനായിട്ട് ഞാൻ വന്നിട്ടുള്ളത് 2017 പുറത്തിറങ്ങിയിട്ടുള്ള ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സോ ഇതിന്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ കീ ആൻഡ് പീൽ എന്ന് പറഞ്ഞ ഒരു ഫേമസ് കോമഡി സീരീസിലുള്ള ജോർഡൻ പീലാണ് ഇതിന്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ ആ ഒരു ജനറയിൽ വരുന്ന ഒരു മൂവിയാണ്. ആ ജനറൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് തന്നെ ഞാൻ പറയും. അത്ര അടിപൊളിയായിട്ടാണ് ഇതിന്റെ മേക്കിങ്ങും പിന്നെ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. സോ അതിൽ മെയിൻ ക്യാരക്ടേഴ്സിൽ ചെയ്തിട്ടുള്ളത് ഡാനിയൽ കലോയ, പിന്നെ ആലിസൺ വില്യംസ്, ബ്രാഡ്ലി വിറ്റ്ഫോർഡ്, അതുപോലെ കാതറിൻ കീനർ എന്നീ ആക്ടേഴ്സ് ആണ് ഇതിന്റെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ സ്റ്റോറിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഡാനിയൽ കലോയ ചെയ്തിട്ടുള്ള ക്രിസ് എന്ന് പറഞ്ഞ ക്യാരക്ടറും തന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള റോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, ആലിസൺ വില്യംസ് ചെയ്തിട്ടുള്ള റോസ് എന്ന് പറഞ്ഞ ക്യാരക്ടറും ഈ റോസിന്റെ ഫാമിലിനെ കാണാൻ വേണ്ടിയിട്ട് റോസിന്റെ നാട്ടിലേക്ക് പോവാണ്. അവിടെ നാട്ടിലെത്തി ഫാമിലിനായിട്ട് ആദ്യം പരിചയപ്പെടുമ്പോഴൊക്കെ എല്ലാം നോർമലായിട്ടാണ് പോകണമെന്നുണ്ടെങ്കിലും അവരോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പിന്നെ അവരുടെ ബിഹേവിയർ ഒക്കെ നോക്കുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉള്ള പോലെ ഈ ക്രിസ്റ്റിന് ഫീൽ ചെയ്യാം. അതുപോലെ അവിടെ ഉള്ള ആ നാട്ടിലെ വേറെ ആൾക്കാരായിട്ടൊക്കെ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ബിഹേവിയറും സംസാരങ്ങളൊക്കെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ ഇവനെ ഫീൽ ചെയ്യാണ്, ക്രിസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഫീൽ ചെയ്യാണ്. അപ്പൊ കൂടുതൽ ഡേയ്സ് ഇങ്ങനെ കഴിയുന്തോറും അതിന്റെ ആ നാട്ടിലെ മിസ്റ്ററീസും അവിടെയുള്ള രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഈ മൂവിന്റെ സ്റ്റോറിയിൽ മെയിൻ ആയിട്ട് കാണിക്കുന്നത്. സോ ഇതൊരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ ജേണറിൽ വരുന്ന മൂവിയാണ്. ഈ ജേണറിൽ തന്നെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് തന്നെ ഞാൻ പറയും. ഇതിന്റെ സിനിമാറ്റോഗ്രഫി അതുപോലെ തന്നെ ഓരോ ടെക്നിക്കൽ സൈഡൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ഡയറക്ഷനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതില് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നമ്മളെ ഓരോ ഹൊറർ എലമെന്റ്സ് അല്ലെങ്കിൽ നമുക്ക് പേടി വരുന്ന ഓരോ സീക്വൻസ് ഒക്കെ വരുമ്പോൾ അത് അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കുള്ളിൽ ആ ഒരു ഫീലിംഗ് തരും. അതുപോലെ തന്നെ ഇത് മെയിൻ ക്യാരക്ടർ ചെയ്തുള്ള ഈ ഡാനിയൽ കലുവ, ക്രിസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ഡാനിയൽ കലുവ, മൂപ്പരുടെ പെർഫോമൻസ് ഇതിൽ അടിപൊളിയാണ്. ഇത് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണെന്ന് ഞാൻ പറയും. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഈ മൂവിന്റെ സ്റ്റോറി ഉള്ളത്. അപ്പോൾ ഈ ഒരു ജോണറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് എന്തായാലും കണ്ടിരിക്കേണ്ട മൂവിയാണ്. അപ്പൊ നിങ്ങളിത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഈ മൂവി എങ്ങനെ ഉണ്ട് എന്നുള്ള നിങ്ങളുടെ ഒപ്പീനിയന് കമന്റ്സിൽ അറിയിക്കുക. സോ അടുത്ത മൂവി ആയിട്ട് അടുത്ത വീക്കിൽ കാണാം.